ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറുകളിലാണ് കേരളം. ഓണം കെങ്കേമമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നാടെങ്ങും. ഇടവിട്ട് പെയ്യുന്ന മഴയിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. പ്രധാന വിപണികളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും മലയാളികൾ തിരുവോണം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് ശ്യാമപ്രസാദ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ചാലയില്ലാതൊരു ആഘോഷവും അവർക്കില്ല. എല്ലായിടത്തു നിന്നും, അത് തിരുവനന്തപുരത്തെ നഗരത്തിൽ നിന്ന് മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഈ ഓണനാളുകളിലെ പർച്ചേസ് കുറച്ച് ലാഭകരമാക്കാൻ വേണ്ടി ചാലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അത് സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെയുള്ളവർ അങ്ങനെ ചാലയിൽ എത്തുന്ന കാലമാണ്. വിശദാംശങ്ങൾ. എന്തായാലും മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഉത്രാടപ്പാച്ചിൽ തന്നെ ആ പാച്ചിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വൈകുന്നേരമാകുമ്പോഴും ഈ ഒരു വിപണിയിൽ പ്രധാനമായും ഞാൻ നിൽക്കുന്ന ചാല മാർക്കറ്റാണ്. ഈ ചാല മാർക്കറ്റിൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും അവസാനവട്ട ഒരുക്കങ്ങൾ. ആ സദ്യക്കുള്ള ഒരുക്കങ്ങളാകട്ടെ, മറ്റ് പായസത്തിനുള്ള ഒരുക്കങ്ങളാകട്ടെ, അങ്ങനെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനുള്ള പച്ചക്കറി അടക്കമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ ആളുകളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിലും പല ഓഫീസുകളിൽ നിന്നും അടക്കം ആളുകളെല്ലാം തന്നെ ഓഫീസ് സമയം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങി എത്രയും വേഗം തന്നെ, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നുള്ള ആ ഒരു തിരക്കുകളിലേക്കും ഒരുക്കങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുന്നു. അതിൻ്റെ കാഴ്ചകളെല്ലാം തന്നെയാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ ഈ വിപണിയെല്ലാം തന്നെ വളരെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നു. വൈകിട്ടോടുകൂടി തന്നെ ഒരുപടി കൂടുതൽ ഓട്ടത്തിലേക്ക് തന്നെയാണ് മലയാളികൾ കടന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ഓണവിപണി? എങ്ങനെയുണ്ട്? ഓണപ്പണിയൊന്നും ഇല്ല ഇവിടെ. സാധാരണ കച്ചവടം പോലും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ വിപണിയിൽ നമുക്ക് നോക്കുമ്പോഴേക്കും പ്രധാനമായും ആളുകളെല്ലാം തന്നെയുണ്ട്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ തിരക്കാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഓണത്തിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ല, അമ്മ മരിച്ചുപോയി. എൻ്റെ ഓണമില്ല, പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നു, അത്രയേ ഉള്ളൂ. നിലവിൽ ഓണം ആഘോഷിക്കാനില്ലെങ്കിലും പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അവരെല്ലാം ഒരു ദിനം, അതായത് പ്രധാനപ്പെട്ട ഒരു ദിനങ്ങളിൽ ചേട്ടാ എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? എവിടെ വരെയായി? ഓണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങി. രാവിലെ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞ ശേഷം. രാവിലെ നല്ല മഴയുടെ ആരംഭമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രധാനമായും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ പ്രതികൂലമായൊരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നു, മാനം തെളിഞ്ഞു. ആളുകളെല്ലാം തന്നെ വിപണിയിലേക്ക് ഇറങ്ങി സാധനങ്ങൾ വാങ്ങുന്ന ആ തിരക്കുകളിലെല്ലാം തന്നെയാണുള്ളത്. ചാലക്കമ്പോളം വളരെയധികം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെയും സജീവമായിരുന്നു. വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ഉണർവോടുകൂടി തന്നെയാണ് വിപണി പൊടിപൊടിക്കുന്നത്. എന്തായാലും മറ്റൊരു കുടുംബം കൂടിയുണ്ട്. എങ്ങനെയുണ്ട് ആഘോഷം? എവിടം വരെ? ആഘോഷം നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വൈകുന്നേരങ്ങളിൽ ഇറങ്ങാമെന്ന് വെച്ചാണോ ഈ സമയം? രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ സമാധാനമായിട്ട് വാങ്ങിച്ചോണ്ട് പോവാം. വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ? എല്ലാം വാങ്ങി, എല്ലാം മേടിച്ചു. ഈ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? എല്ലാം ഏകദേശമായി. ഡ്രസ്സൊക്കെ എടുത്തു. ഇങ്ങനെ വളരെ സജീവമായി ഈ ചാലക്കമ്പോളത്തിൽ വളരെയധികം പല തരം വിപണികളുണ്ട്. ആ വിപണികളെല്ലാം തന്നെ പൊടിപൊടിക്കുകയാണ്. കച്ചവടങ്ങളെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപണിയിൽ നിന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ, സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വാങ്ങി മടങ്ങുകയും ചെയ്യുന്നു. രാവിലെ മുതൽ തന്നെ വലിയ വെളുപ്പിനെ തന്നെ സജീവമായി ഇരുന്ന ചാലക്കമ്പോളം വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ഉണർവോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാത്രിയും കച്ചവടം പൊടിപിടിക്കുമെന്നാണ് വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഓണനാളിൽ എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ഓണം വിപണി? എങ്ങനെയുണ്ട്? പക്ഷെ ആളുകളെല്ലാം വന്ന് വാങ്ങി പോകുന്നു. അദ്ദേഹം ഒരു ജീവനക്കാരനാണ്, അദ്ദേഹത്തിന് പ്രതികരിക്കാൻ. എങ്ങനെയുണ്ട് ചേട്ടാ ഓണത്തെ ഇറങ്ങിയിട്ട്? എങ്ങനെയുണ്ട് കമ്പോൾ? കുഴപ്പമില്ല, ചെറിയ വില വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഓണം ആഘോഷീകരിക്കാൻ പറ്റില്ല നമുക്ക്. ഓണം ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാ വർഷം പറഞ്ഞല്ലേ ഓണം ആഘോഷീകരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം കൊണ്ട് ആഘോഷിക്കുന്നു. ഓക്കെ. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ് എടുത്തില്ല. എന്നാലും സദ്യക്കുള്ള ഒരുക്കങ്ങൾ മുടങ്ങാതെ? സദ്യ ഇല്ല, ഒരു മരണം വേണ്ടി സദ്യ അങ്ങനെയില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. എന്നാലും വാങ്ങാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ഓണത്തിന് ചെറിയ വാങ്ങണമല്ലോ, അങ്ങനെ പോകും. ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഓരോ വിപണിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ചാലക്കമ്പോളമാണെങ്കിൽ അത് കിഴക്കേക്കോട്ടയിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് വസ്ത്ര വ്യാപാരശാലയിലേക്കുള്ള കച്ചവടം വലിയ രീതിയിൽ തന്നെ പൊടിപിടിക്കുന്നു. അങ്ങനെ
ഓരോ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം തന്നെ ഓണവിപണി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. രാത്രിയേറെയും വിപണി സജീവമാകുന്നു. നാളെ തിരുവോണ ദിനത്തിൽ മലയാളികൾ എന്തായാലും സദ്യവട്ടങ്ങളും മറ്റ് പുതിയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണ് ഈ നിമിഷം കടന്നു പോകുന്നത്. പ്രജിത്ത്. ഓക്കെ, ശ്യാമാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ പറഞ്ഞു.